റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നസ്ഇലു ബിമാ യുനാസിബു എന്നാണ്. യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം അവിടെ ഉണ്ട്, അവസാന ഭാഗം ഒക്കെ ഇപ്പുറത്തുണ്ട്. അതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അതതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതൊന്ന് നോക്കി നോക്കുക. ഫസ്റ്റ് മിന എന്നിവിടെ ഉണ്ട്. മിന എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നൊരർത്ഥം വരും. ഇൽ നിന്ന്. യദ്ഹബു പറഞ്ഞാൽ പോകുന്നു എന്നൊക്കെ അർത്ഥം പറയാം. മുഹറമുൻ ഒരു മാസമാണല്ലേ, മുഹറം മാസം. ഫത്തഹത്ത് എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. ഫത്തഹ എന്ന് പറഞ്ഞാലും തുറന്നു എന്നാണ്. ഇവിടെ ഒരു താ വരുമ്പോൾ അവൾ തുറന്നു, ഒരു പെണ്ണ് തുറന്നു അല്ലേ, ഒരു പെണ്ണാന്ന് മനസ്സിലാക്കണം. പിന്നെ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അൻത അൻതുമാ അൻതും എന്നൊക്കെ പഠിച്ചല്ലോ. ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം സമിഅത്തുൽ അദാന. സമിഅത്തു എന്ന് പറഞ്ഞാൽ സമിഅ കേട്ടു. സമിഅത്തു ഈ തൂ ലാസ്റ്റ് കൂടുമ്പോൾ ഞാൻ എന്നർത്ഥം വരും. സമിഅത്തുൽ അദാന. അദാന പറഞ്ഞാൽ ബാങ്ക്. അപ്പോൾ സമിഅത്തുൽ അദാന ഞാൻ ബാങ്ക് കേട്ടു. എവിടുന്ന്? ഡാഷ് അൽ മസ്ജിദ്, പള്ളിന്ന് ഇവിടെ ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് എന്നാണ് വേണ്ടത്. അപ്പോൾ ഏതാണ് ചേർക്കേണ്ടത്? മിന എന്ന് ചേർത്താൽ കറക്റ്റായി. മിനൽ മസ്ജിദി. അപ്പോൾ സമയത്തുൽ അദാന മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു എന്നായി. രണ്ടാമത്തത് അൽ ഉസ്താദ്. ഉസ്താദ് ഡാഷ് ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് എന്താണ്? പോകുന്നു അല്ലെങ്കിൽ പോകും എന്നർത്ഥത്തിൽ വരേണ്ടത് ഏതാണ്? യദ്ഹബു. അതാണ് രണ്ടാമത്തെ ഉത്തരം. യദ്ഹബു. അൽ ഉസ്താദു യദ്ഹബു ഇലൽ മദ്രസത്തി, ഉസ്താദ് മദ്രസയിലേക്ക് പോകും എന്നർത്ഥം പറയാം. ഇവിടെ ഉസ്താദ് ആണായതുകൊണ്ടാണ് യദ്ഹബു എന്ന് പറഞ്ഞത്. ഇനി അത് പെണ്ണാണെങ്കിൽ, ഉസ്താദിൻ്റെ അവിടെ ഒരു പെണ്ണാണെങ്കിൽ യദ്ഹബു എന്നുള്ളത് തദ്ഹബു എന്നാകും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് അവ്വലു ഷുഹൂരി. അവ്വൽ പറഞ്ഞാൽ ആദ്യത്തെ, ഷുഹൂർ മാസങ്ങൾ. അപ്പോൾ മാസങ്ങളിൽ നിന്ന് ആദ്യത്തത് ഏതാണ്? മുഹറമുൻ. മൂന്നാമത്തത് മുഹറം ആണ്. മുഹറമുൻ എന്ന് എഴുതാം. നാലാമത്തെ ചോദ്യം അൽ ബിൻതു. ബിൻത്ത് പറഞ്ഞാൽ പെൺകുട്ടി. പെൺകുട്ടി എന്ത് ചെയ്തു? ബാബൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. ബാബ് വീട്, ബാബ് വാതിൽ, ബൈത്ത് വീട്. അപ്പോൾ ബാബൽ ബൈത്ത് പറഞ്ഞാൽ വീടിൻ്റെ വാതിൽ. പെൺകുട്ടി വീടിൻ്റെ വാതിൽ ഫതഹത്ത് എന്നാണ്, തുറന്നു എന്നായി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ബിൻത്ത് എന്നുള്ളിടത്ത് വലതാണ് എന്ന് വിചാരിച്ചോളി. ഒരാൺകുട്ടിയാണെന്ന് വിചാരിച്ചോളി. ആണാണെങ്കിൽ ഫതഹത്ത് എന്നുണ്ടാവില്ല, ഫതഹ എന്നുണ്ടാവുള്ളൂ, നമുക്കറിയാം. അപ്പോൾ അൽ വലതു ഫതഹ ബാബൽ ബൈത്തി എന്നാണ് വരിക അല്ലേ. ഇവിടെ പെണ്ണായതുകൊണ്ടാണ് അൽ ബിൻതു ഫതഹത്ത് എന്ന് വന്നത്. താ കൂടും പെണ്ണാണെങ്കിൽ, അതൊന്ന് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തത് യാ തുല്ലാബു, ഓ വിദ്യാർത്ഥികളെ ഡാഷ് നാജിഹൂൻ. നാജിഹൂൻ എന്ന് പറഞ്ഞാൽ വിജയിച്ചവരാണ് എന്നാണ്. അവിടെ ഏതാണ്? അൻതും, നിങ്ങൾ വിജയിച്ചവരാണ്. അപ്പോഴല്ലേ കറക്റ്റാവുക. യാ തുല്ലാബു അൻതും നാജിഹൂൻ, വിദ്യാർത്ഥികളെ നിങ്ങൾ വിജയിച്ചവരാണ്. ഇവിടെ തുല്ലാബ് വിദ്യാർത്ഥികൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് അൻതും എന്ന് കൊടുത്തത്. ഒരു കുട്ടിനോടാണെങ്കിൽ അൻത എന്നാ പറയാം. 2 കുട്ടികളോടാണെങ്കിൽ അൻതുമാ എന്ന് പറയും. കുറേ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അൻതും എന്ന് പറയും. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുമയ്യിസുൽ അസ്മാ വൽ ഫിഅല വൽ ഹർഫ മിനൽ ആത്തിയ. ഈ താഴെ ഒരു 1 2 3 വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് ഇസ്മ്, അതുപോലെ തന്നെ ഫിഅൽ, ഹർഫ് വേർതിരിച്ച് എഴുതാനാണ്. ഇസ്മ എഴുതേണ്ട സ്ഥലം ഇവിടെ ഉണ്ട്, ഇവിടേക്ക് എഴുതി കൊടുക്കുക. ഫീൽ എഴുതേണ്ട സ്ഥലം ഇവിടെ ഉണ്ട്, ഇവിടെ എഴുതാം. ഹർഫ് ഇവിടെ എഴുതാം.
ഇനി ആദ്യം ഇസ്മും ഫീലും ഹർഫും എന്താണെന്ന് മനസ്സിലായാലാണ് അത് നമുക്ക് വേർതിരിക്കാൻ കഴിയുള്ളൂ. ഇസ്മ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ പേരുകൾക്കാണ് എന്തെന്ന് പറയാം, ഇസ്മ എന്ന് പറയാം. ചുരുക്കിയിട്ട് പേര് എന്ന് മനസ്സിലാക്കുക. ഫീൽ എന്ന് പറഞ്ഞാലോ, ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിന് പ്രവൃത്തി എന്ന് പറയാം. പ്രവൃത്തി, അതിനാണ് ഫീൽ എന്ന് പറയാം. ഹർഫ് എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് അർത്ഥമൊന്നും ഉണ്ടാവില്ല, അത് വേറൊരു വാക്ക് കൂടുമ്പോഴേ അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഹർഫുകൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ചെറിയ ഹർഫുകൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി അത് നമുക്ക് വേർതിരിക്കാം. ഇവിടെ ഫസ്റ്റ് ഇന്നല്ലാഹ യറാ എന്നാണ്. ഇന്ന തീർച്ചയായും അള്ളാഹു യറാറിനെ കാണും എന്നാണ്. അപ്പോൾ ഇന്ന എന്നുള്ളത് നോക്കൂ, അത് ഒരു ഹർഫായിട്ടാണ് കൂട്ടുക. ഇന്ന ഹർഫാണ്. പിന്നെ അള്ളാഹ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ അതെന്താണ്, അത് ഇസ്മിലാണ് വരിക, അള്ളാഹു. പിന്നെ യറാ എന്ന് പറഞ്ഞാൽ കാണും എന്നാണ്. കാണും എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് ഫീലിലാണ് വരിക, യറാ. അപ്പോൾ അതങ്ങനെ ഇതാക്കുക. പിന്നെ വസ്വല ഇലാ ബൈത്തിൻ സഗീരിൻ എന്നാണ് അടുത്തത്. വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ്. എത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫിഇലിലാണ് എഴുതേണ്ടത്, പ്രവൃത്തിയാണ് വസ്വല. പിന്നെ ഇല എന്ന് പറഞ്ഞാൽ വസ്വല കഴിഞ്ഞു, പിന്നെ ഇലയിലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തമായിട്ടൊരു അർത്ഥം ഉണ്ടാവില്ല. എന്നാൽ വേറെ ഒരു വാക്ക് അതിൻ്റെ പിന്നാലെ കൂടുകയാണെങ്കിൽ അർത്ഥം ഉണ്ടാവും. ഇലാ ബൈത്തിൻ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്, അപ്പോൾ അർത്ഥം ഉണ്ട് താനും. അപ്പോൾ ഇല എന്നുള്ളത് ഇസ്മാണ്, ഇല. ഇനി ബൈത്ത് പറഞ്ഞാൽ വീടാണ് അല്ലേ, വീട് ഒരു വസ്തുവിൻ്റെ പേരാണ്. അപ്പോൾ അത് ഇസ്മിലെഴുതുക, ഇസ്മാണ്. പിന്നെ സഗീറിൻ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നൊക്കെയാണ് അർത്ഥം, അതും ഇസ്മിലാണ് പെടുക, സഗീർ. പിന്നെ അടുത്തത് എന്താണ്, സെമി അൽ ഉമ്മു ഹിവാറൻ. ഇവിടെ സെമിയത്ത് എന്നാണ് വരേണ്ടത്. നോക്കുക, ഇനിയിപ്പോൾ സെമിയ ആണെങ്കിൽ തന്നെ എന്താണ് വരിക, നമ്മളിപ്പോൾ ഇവിടെ ഗ്രാമറല്ല നോക്കുന്നത്, നമ്മളത് ഓരോ വാക്കുകളും ഇസ്മാണോ ഫീലാണോ അർഫാണോ നോക്കിയാൽ മതി. സെമിയ ആണെങ്കിലും സെമിയത്താണെങ്കിലും കേട്ടു എന്നാണ് അർത്ഥം. സെമിയ എന്ന് പറഞ്ഞാൽ ഒരാണ് കേൾക്കുന്നതിനാണ് പറയാം, സെമിയത്ത് പറഞ്ഞൊരു പെണ്ണ് കേൾക്കുന്നതിനാണ് പറയാം. എന്താണെങ്കിലും അതെന്താണ്, ഫീലാണ്. കേട്ടു എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ സെമിയത്ത് എന്നാണെങ്കിലും ഫീൽ തന്നെയാണ്. പിന്നെ ഉമ്മ പറഞ്ഞാൽ ഉമ്മ ഒരു പേരാണല്ലോ, അപ്പോൾ അൽ ഉമ്മു അത് ഇസ്മിലെഴുതാം. പിന്നെ ഹിവാറൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതും ഒരു സാധനത്തിൻ്റെ ഇതിൻ്റെ പേരാണ്, ഹിവാറൻ, സംഭാഷണം എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ അതിൽ ഇസ്മി എന്നുള്ളിടത്ത് അള്ളാഹു ബൈത്തുൻ സഗീറുൻ അൽ ഉമ്മു ഹിവാറൻ. പിന്നെ സ്വന്തമായിട്ട് എഴുതുമ്പോൾ ഹിവാറുൻ എന്ന് പറയാം. ഫീലിൽ യറാ വസ്വല സമിയ, ഹർഫിൽ ഇന്ന ഇലാഹ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂർത്തീകരിക്കാനാണ്. ഇവിടെ ഒരു 3-4 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ മുഫ്രദായൊരു കോളപടുണ്ട്, മുസന്ന ഒരു കോളപടുണ്ട്, ജം ആയൊരു കോളപടുണ്ട്. മുഫ്രദ് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, നമുക്കറിയാം, ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ജം എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2ൻ്റെ അപ്പുറം എത്ര ഉണ്ടെങ്കിലും ജം ആണ് ഉപയോഗിക്കുക. അത് 3 മാത്രമല്ല, 2ൻ്റെ അപ്പുറത്ത് എത്ര ഉണ്ടെങ്കിലും ജം ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതങ്ങനെ നോക്കാം. പിന്നെ മുദക്കർ എന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സൂചിപ്പിക്കുന്നതാണ് മുദക്കർ. മുഅന്നസ് പറഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. ഇനി ഇവിടെ യദുറുസു പറഞ്ഞാൽ അവൻ പഠിക്കും എന്നാണ് മുഫ്രദ്. അതിനെ മുസന്നാക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു അലിഫും ഒരു കസറുള്ള നൂനാണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ യദുറുസു എന്നുള്ളത് എന്താവും, യദുറുസാനി ആവും. ലാസ്റ്റ് അലിഫും കസറുള്ള നൂനും ചേർത്ത് യദുറുസാനി. പിന്നെ ജമ്മാക്കാൻ, മുദക്കറാണെങ്കിൽ ജമ്മാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വാവും ഫത്തഹുള്ള നൂനും ചേർത്ത് കൊടുക്കുക. അപ്പോൾ യദുറുസൂന എന്നായി, യദുറുസൂന. അപ്പോൾ അതങ്ങനെ സിമ്പിളായത്, ലാസ്റ്റ് വാവും നൂനും ചേർത്ത് കൊടുത്തു, യദുറുസൂന. ഇനി അതിൻ്റെ മുഅന്നസാണ് പെണ്ണ് അല്ലേ,
തദുറുസു പറഞ്ഞാൽ അവൾ പഠിക്കും എന്നാണ്. ഇനി അതിൻ്റെ മുസന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അലിഫും കസറുള്ള നൂനും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, തദുറുസാനി എന്നായി. ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, തദുറുസാനി. ഇനി ഇവിടെ ജംഇൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ യദുറുസു യദുറുസാനി യദുറുസൂന, ഓക്കെ. തദുറുസു തദുറുസാനി, ഇനി തദുറുസൂന എന്നല്ല. അത് ശ്രദ്ധിക്കണം. ജംഇൽ ലാസ്റ്റ് ഒരു ന എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തദുറുസു ആണല്ലോ, അപ്പോൾ തുടക്കം യദുറുസു ആണ്, അതിൻ്റെ കൂടെ ഒരു ന ചേർത്ത് കൊടുക്കുക. യദുറുസ്, ഇവിടെ ഒരു സുക്കൂന് വേണം, യദുറുസ്ന. അപ്പോൾ അതാണ് ജംഇ. യദുറുസു അവൻ പഠിക്കും, യദുറുസാനി അവർ 2 പേര് പഠിക്കും, യദുറുസൂന അവരെല്ലാവരും പഠിക്കും. ഇതൊക്കെ ആണുങ്ങളാണ്. തദുറുസു അവൾ പഠിക്കും, ഒരു പെണ്ണ്, മനസ്സിലാക്കുക. പിന്നെ തദുറുസാനി അവർ 2 സ്ത്രീകൾ പഠിക്കുന്നതാണ്. യദുറുസ്ന പറഞ്ഞാൽ അവരെല്ലാ സ്ത്രീകളും പഠിക്കും എന്നാണ് അർത്ഥം വരിക. 4ാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ ജംഅ എഴുതാനാണ്. ജംഅ എഴുതാൻ മുഫ്രദ് ജമ്മൊക്കെ എഴുതാൻ സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ഇവിടെ 1ാമത്തേത് ഉസ്താദ് അല്ലേ. ഇനി ഉസ്താദുമാർ എന്നർത്ഥം വരണം. അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസാത്തിദത്തുൻ എന്നാണ്. അസാത്തിദത്തുൻ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ജമ്മ് പറഞ്ഞാൽ കുറേ ഉണ്ടാവും, 2ൽ കൂടുതലുണ്ടാവും. ഇനി 2ാമത്തേത് നബാത്തുൻ എന്നാണ്. നബാത്തുൻ ചെടി അല്ലേ. അതിൻ്റെ ജമ്മ് നബാത്താത്തുൻ എന്നാണ്, ചെടികൾ, നബാത്താത്തുൻ. പിന്നെ 3ാമത്തേത് ഇബ്നത്തുൻ എന്നാണ്. ഇബ്നത്തുൻ മകൾ. അപ്പോൾ പിന്നെ അതിൻ്റെ ജമ്മ എങ്ങനെ വരിക, ബനാത്തുൻ എന്നാണ് വരിക, പെൺമക്കൾ എന്നർത്ഥം വരും, ബനാത്തുൻ. 4ാമത്തേത് ത്വാലിബുൻ എന്നാണ്. ത്വാലിബുൻ വിദ്യാർത്ഥി, അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് വരണം. അതിന് എൻ്റെ ജമ്മ് തുല്ലാബുൻ എന്നാണ്, തുല്ലാബുൻ. അപ്പോൾ ഇതിങ്ങനെ ജമ്മാക്കാം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നഖ്താറുൽ ലമാഇറൽ മുത്തസില വൽ മുൻഫസില മിനൽ അൽഫാദിൽ മുലവ്വന. ഇതിൽ നിറം നൽകപ്പെട്ടൊരു ലഫ്ലുകളുണ്ടല്ലോ, അതിൽ മുത്തസിലായ ലമീറുണ്ട്, മുൻഫസിലായ ലമീറുണ്ട് അല്ലേ. മുത്തസിലായ ലമീർ ഇവിടെ ഇതാ, ഇങ്ങോട്ട് ഇതാ. മുൻഫസിലായ ലമീർ ഇങ്ങോട്ട് ഇതാ. മുത്തസിലായ ലമീർ പറഞ്ഞാൽ വേറൊരു വാക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ടുള്ളതായിരിക്കും, കൂട്ടിയിട്ടുള്ളതായിരിക്കും. മുൻഫസില പറഞ്ഞാൽ ഒറ്റക്കുള്ളതായിരിക്കും എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക. ഫസ്റ്റ് ഇവിടെ അൻതും എന്നാണ് നിറം നൽകപ്പെട്ടത്, അൻതും എന്നാണ്. അത് ഒന്നിൻ്റെയും കൂടി ചേർന്നിട്ടല്ല, അപ്പോൾ അത് മുൻഫസിലാണ്. മുൻഫസിലായ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അതൊക്കെ മുൻഫസിലയിലാണ് ഇവിടെ. അപ്പോൾ അൻതും അത് എന്തിലാണ്, മുൻഫസിലാണ്. പിന്നെ കുല്ലുക്കും എന്നുള്ളതിൽ കും എന്നുള്ളത് എന്താണ്, അത് മുത്തസിലാണ്, കുല്ലിൻ്റെ കൂടെ ചേർന്നല്ലോ. നോക്കൂ, മനസ്സിലാവും കണ്ടാൽ തന്നെ. പിന്നെ ഇന്നക്ക എന്നുള്ളതും മുത്തസിലാണ്, ഇന്ന എന്നുള്ളതിൻ്റെ കൂടെ ചേർന്നതാണ്. അപ്പോൾ ക എന്നുള്ളതാണ് ഇവിടെ, ക എന്നുള്ളത് മുത്തസിലാണ്. പിന്നെ അൻതുണ്ട്, അൻത ഒറ്റക്കാണല്ലേ, അപ്പോൾ അത് മുൻഫസിലാണ് ഇവിടെ. പിന്നെ കുമാന്ന് ഇവിടെ ഉണ്ട്, അത് ദിറാസത്ത് എന്നുള്ളതിൻ്റെ പിന്നാലെ ചേർന്നതാണ്. അപ്പോൾ അത് ഇവിടെ എഴുതാം, മുത്തസിലാണ്. മുത്തസിലയിൽ കും ക കുമാ, മുൻഫസിലയിൽ അൻതും അൻത. അപ്പോൾ നമുക്കിങ്ങനെ വേർതിരിച്ച് എഴുതാം. ഇനി 6ാമത്തെ ആക്ടിവിറ്റി നുഅരിബ്, അറബി ആക്കാനാണ്. 2 ചോദ്യങ്ങളാണുള്ളത്, അത് അറബി എഴുതി കൊടുക്കാനാണ്. അതിൽ 1ാമത്തെ എന്താ, അവർ ആരാണ്. അവർ എന്നുള്ളത് ഹും അല്ലേ, ഹും എന്നാണ് പറയാം. പിന്നെ ആരാണ് എന്നുള്ളതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ അതിന് മൻ എന്ന് പറയാം. മൻ ആരാണ്, മൻ ഹും അവർ ആരാണ്, മൻ ഹും അവർ ആരാണ് എന്ന്. പിന്നെ 2ാമത്തെ എന്താ, സാലിം ഖുർആൻ ഓതി, സാലിം ഖുർആൻ ഓതി. അപ്പോൾ ഓതി എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. അതിന് ഖറഅ എന്നാണ് പറയാം, ഖറഅ. പിന്നെ ആരാണ്, സാലിം. അപ്പോൾ ഖറഅ സാലിമുൻ. എന്താണ് ഓതിയത്, ഖുർആനാണ്. അപ്പോൾ അൽ ഖുർആന എന്നിവിടെ എഴുതാം. ഖറഅ സാലിമുൻ അൽ ഖുർആന, സാലിമു ഖുർആൻ ഓതി. അങ്ങനെ അറബിയാക്കാം.
ഇനി ഏഴാമത്തത് നുത്തർജിമു, പരിഭാഷപ്പെടുത്ത അർത്ഥം ഇതാനാണ്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നാമത്തത് അരിജാലു യൽ അബൂന ബിൽ കുറത്തി. അരിജാൽ റജുല് പുരുഷൻ, അതിൻ്റെ ജമ്മാണ് റിജാൽ പുരുഷന്മാർ. യൽ അബൂന, യൽ അബു പറഞ്ഞാൽ ഇവിടെ റിജാല് പുരുഷന്മാർ ജം ആണ്, കുറേ ആൾക്കാരുണ്ടായത് കൊണ്ടാണ് യൽ അബൂന എന്ന് പറഞ്ഞത്. റജുലുൻ എന്നാണെങ്കിൽ അർറജുലു എന്നാണെങ്കിൽ യൽ അബു എന്നേ പറയുള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റിജാലു പുരുഷന്മാർ യൽ അബൂന അവർ കളിക്കുന്നു, കളിക്കും എന്നും പറയാം. എന്തുകൊണ്ട്? ബിൽ കുറ, ബി പറഞ്ഞാൽ കൊണ്ട്, കുറത്ത് പറഞ്ഞാൽ പന്ത്, പന്ത് കൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? പുരുഷന്മാർ പന്ത് കൊണ്ട് കളിക്കും അല്ലെങ്കിൽ കളിക്കുന്നു, അങ്ങനെ എഴുതാം. പുരുഷന്മാർ പന്ത് കൊണ്ട് കളിക്കും. രണ്ടാമത്തത് മനിൽ ഫായിഖു മിനൽ ഇംതിഹാൻ. മൻ ആരാണ് അല്ലേ? ഫായിഖ് പറഞ്ഞാൽ ടോപ്പർ എന്നൊക്കെ പറയാം. ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ. അപ്പോൾ ആരാണ് പരീക്ഷയിൽ ടോപ്പർ? അപ്പോൾ അങ്ങനെ പറയാം. അല്ലെങ്കിൽ പരീക്ഷയിൽ ടോപ്പർ ആരാണ്, അങ്ങനെയും പറയാം. പരീക്ഷയിൽ ആരാണ് ടോപ്പർ. ഇനി എട്ടാമത്തത് നക്തഷിഫുൽ മാലിയ വൽ മുലാരി. മാലി മുലാരി എഴുതാനാണ്. മാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളുണ്ട്, മുലാരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളുണ്ട്. ചില മാലി ഇവിടെ എഴുതിയിട്ടുണ്ട്, ചില മുലാരി എഴുതിയിട്ടുണ്ട്. മാലി നോക്കിയിട്ട് എൻ്റെ മുലാരി എഴുതുക, മുലാരി നോക്കിയിട്ട് മാലിയൊക്കെ എഴുതുക. ആദ്യത്തേത് ഒരു ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദഹബ അതിന് മാലിയാണ്, യദ്ഹബു മുലാരിയാണ്. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസുകളായിരിക്കും, അഥവാ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾക്കാണ് മാലി എന്ന് പറയാം. മുലാരി എന്ന് പറഞ്ഞാൽ ഭാവി അല്ലേ, ഭാവി കാര്യങ്ങൾ, ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാസ്റ്റ് പറഞ്ഞാൽ ഭൂതകാലമാണ്, ഭൂതകാലം ചെയ്ത് കഴിഞ്ഞ കാര്യം. പിന്നെ ഭാവി, മുലാരി പറഞ്ഞാൽ ഭാവി കാലം, ഫ്യൂച്ചർ, പ്രസൻറ്റ് രണ്ടും പറയാം. അപ്പോൾ ദഹബ പറഞ്ഞാൽ ശരിക്ക് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ മുലാരി എന്താണ്? യദ്ഹബു പോകും, പോയി, മുലാരി പോകും. അർത്ഥമൊന്നും പ്രധാനമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രം. സെമിയ പറഞ്ഞാൽ കേട്ടു എന്നാണ്. അപ്പോൾ കേൾക്കും എന്നുള്ള ആ മുലാരി എന്താ പറയുക? യസ്മഉ എന്നാണ് പറയുക. യസ്മഉ കേൾക്കും എന്നർത്ഥം വരും. ഇനി ഇവിടെ മാലി വിട്ടു പോയിട്ടുണ്ട്. യഅരിഫു അറിയും എന്നുള്ളൊരു മുലാരി ഇവിടെ ഉണ്ട്, യഅരിഫു. അപ്പോൾ അറിഞ്ഞു എന്നുള്ളതിൻ്റെ മാലി എന്താണ് വരിക? അറഫ എന്നാണ് വരിക. അറഫ അറിഞ്ഞു, യഅരിഫു അറിയും. ഇനി ഇവിടെ മാലി ഉണ്ട്, ഖറജ പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെടും എന്നർത്ഥത്തിൽ വരുന്ന മുലാരി എങ്ങനെ? ഖറജ യഖ്റുജു എന്നാണ് വരിക. ഖറജൻ്റെ മുലാരി യഖ്റുജു, പുറപ്പെടും എന്നർത്ഥം പറയാം, യഖ്റുജു. ഇനി ഇവിടെ തദ്റുസു എന്നുണ്ട്. തദ്റുസു മുലാരി ഇവിടെ ഉണ്ട്. അതിൻ്റെ മാതി എന്താണ്? ദറസത്ത് എന്നാണ്. ദറസ പോരാ, യദ്റുസു ആണെങ്കിൽ ദറസ എന്ന് മതി. പക്ഷെ തദ്റുസു ആയതുകൊണ്ട് നമുക്ക് ദറസത്ത് എന്ന് വേണം. അതതിൻ്റെ മാതി. തദ്റുസു പറഞ്ഞാൽ അവൾ പഠിക്കും, ദറസത്ത് പറഞ്ഞാൽ അവൾ പഠിച്ചു, അങ്ങനെയാണ് അർത്ഥം വരിക. അത് മനസ്സിലാക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.